ഗായ്സ്, ഇന്ന് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. തട്ടാമണ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. ഒരു സി പി ഒൻ്റെ എക്സാം ആയിരുന്നു കേട്ടോ. സി പി ഒയുടെ സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. കുറേയൊക്കെ ഞാൻ വായിച്ചു എടുത്തു. എന്നാൽ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ കുറേ ഈ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് പി എസ് സി എഴുതുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുവരെ എനിക്ക് അടുത്തൊരു സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ആദ്യമായിട്ട് അടുത്തൊരു സ്കൂളിലാണ് എക്സാമിന് വേണ്ടി പോകുന്നത്. അപ്പം മനൂസിനെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ. 1 മണിക്കാണ് എക്സാം. ഞാൻ 12:30 ആയപ്പോഴും വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ID കാർഡും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ആധാറൊന്നും എടുക്കത്തില്ല കേട്ടോ. ആധാറിൽ ഞാനല്ലല്ലോ, അതുകൊണ്ട് എപ്പോഴും ഇലക്ഷൻ ID കാർഡാണ് എടുക്കുന്നത്. അപ്പോൾ റെഡിയായിട്ട് ഞാൻ ഇറങ്ങി. അപ്പം അനൂസിനാണെങ്കിൽ അമ്മേനെ ഏൽപ്പിച്ചതിന് ശേഷം ഞാനിങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കും എക്സാം ഉണ്ടായിരുന്നു. അപ്പം അവൾ വിളിച്ച് കത്തി വെച്ച് പോയെന്ന് കാരണം പെട്ടെന്ന് അങ്ങ് എത്തിയാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ സ്കൂളിലേക്ക് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും സ്ഥലകാല ബോധം മറന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. കാരണം അവിടെ എൻ്റെ റിലേറ്റീവ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾക്കും എക്സാമൊക്കെ കണ്ടായിരുന്നു. അപ്പം എക്സാം അവിടെ വെച്ച് ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ എക്സാം കഴിഞ്ഞ് തിരിച്ച് വരുമായിരുന്നു കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് കടയിലായിരുന്നു വന്നത്. കടയിൽ വന്നപ്പോഴത്തേക്കും അമ്മ ആനക്കുട്ടിയുടെ ഇരിപ്പുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ തിരക്കുമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, വല്ല പ്രതീക്ഷിക്കാവോ എന്നൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ടഫായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നു എക്സാം വന്നിട്ട്. എക്സാമിന് ഞാൻ ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു കേട്ടോ ഇരുന്നത്. അതുകൊണ്ട് തന്നെ മിസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വായിച്ച് നോക്കും. അപ്പോഴത്തേക്ക് ഞാൻ കൈയും കൂട്ടി അടയ്ക്കും ഇതിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു സബ്സ്ക്രൈബർ ഇന്ന് വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.